വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡെസേർട്ടുമായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡൊക്കെ ഇതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഇഫ്താറിനൊക്കെ നല്ല ക്ഷീണം അകറ്റാനും അതുപോലെ വിശപ്പ് പെട്ടെന്ന് വരാത്ത ഒരു ഡെസേർട്ടാണ്. അതുപോലെ കാണുമ്പോൾ തന്നെ നല്ല കണ്ണിനും നല്ല കുളിർമയുണ്ട്, മനസ്സിന് നല്ല കുളിർമയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് പാലിന് ഞാൻ ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് ഷുഗർ കുറച്ചുകൂടെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏത് കമ്പനിയുടെ മിൽക്ക് പൗഡർ വേണേലും ഉപയോഗിക്കാം. ഇത് നമുക്ക് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കട്ടയില്ലാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കൂളിലാക്കണം. ഒന്ന് തണുത്തതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം വെളിയിൽ വെച്ച് ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കുകയാണ്. ഈ ഒരു പാത്രത്തിലേക്കാണ് മാറ്റുന്നത്. ഇത് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ അടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് മൂടി കൊടുക്കാം. ചില്ലായി പോകാതിരിക്കാനാണ്. അപ്പോൾ ഒന്ന് മൂടി കൊടുത്തിട്ട് ഞാനിത് റെഫ്രിജറേറ്ററിൽ ഏകദേശം ഒരു 1 അവർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. നമ്മുടെ ഫ്രീസറിൻ്റെ അകത്തേക്കാണ് വെച്ചത്. 1 അവർ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള ഒരു ജെല്ലിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. ഇത് ജെലാറ്റിൻ വെച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്. ജെലാറ്റിന് കുറേ പേർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, മൃഗങ്ങളുടെ ഒരു കൊഴുപ്പിൽ നിന്ന് എടുക്കുന്നതാണെന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ജെലാറ്റിൻ വെച്ചിട്ടല്ല. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ജെല്ലി തന്നെയാണ്, നല്ല ടേസ്റ്റിയുമാണ്. വലിയ നമുക്ക് ശരീരത്തിന് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജെല്ലിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജെല്ലിയുടെ വീഡിയോസ് ഇടാഞ്ഞത് ലെങ്ത്ത് കൂടിപ്പോകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ജെല്ലി നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിൽ നമ്മുടെ ചവ്വരി അറിയാലോ, ചവ്വരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതിനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് നന്നായിട്ട് അതിനെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവണം. അതുപോലെ നമ്മളിത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. വെന്തതിന് ശേഷം ഞാൻ ഇതിനെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഞാനതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പശപ്പുണ്ടാകുമല്ലോ, ചവ്വരി ഉപയോഗിക്കുന്നവർക്കറിയാമല്ലോ, അതിനൊരു പശപ്പുണ്ടാകും. ആ പശപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ആ പശപ്പ് മാറിക്കഴിയുമ്പോൾ ഞാൻ ഇതിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിവിടെ ഇരിക്കട്ടെ, ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബാസിൽ സീഡ്സ് ആണ്. സബ്ജ സീഡ് എന്നൊക്കെ പറയും, കസ്കസ അങ്ങനെയൊക്കെ പറയുന്ന സാധനമാണ്. ഓരോയിടത്തും ഓരോ പേരാണ്. ഇത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിൽ സമ്മറിന് വളരെ നല്ലതാണ്, ബോഡി ഹീറ്റൊക്കെ കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലൊരു സാധനമാണ്. അപ്പോൾ ഞാനിതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ സബ്ജ സീഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ട് കൊടുത്ത് ഉടൻ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. നന്നായിട്ട് അതൊന്ന് പൊങ്ങി വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഏകദേശം ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഞാനിതൊന്ന് ഇളക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ അതിൻ്റെ ആ വ്യത്യാസം, വെള്ളത്തിലിടുമ്പോൾ തന്നെ അതിൽ ആ ഒരു ഷേപ്പൊക്കെ മാറി അതിൽ ആ ഒരു വെള്ളം കുടിച്ചിട്ടൊന്ന് വീർത്ത് വരുന്നുണ്ടത്. അപ്പോൾ ഇത് നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം, നല്ല ഐറ്റമാണ് ഇത്. സമ്മറിൽ വളരെയധികം നമ്മൾ എപ്പോൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഞാൻ ഇട്ടതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇത്രയും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഒരു 10 മുതൽ 20 മിനിറ്റ് വെച്ചതിന് ശേഷമുള്ളതാണിത്. ഒരു 20 മിനിറ്റിന് ശേഷം എടുത്തപ്പോൾ ഇത്രയുമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്ന ആ ഒരു പാല് 1 അവർ വെച്ചിരുന്നല്ലോ, അത് ഒരു ബൗളിലേക്ക് ഇട്ടു. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി കുറേ ഫ്രൂട്ട്സ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സ്, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ, ഈന്തപ്പഴം വേണമെങ്കിൽ ഇടാം, പിന്നെ അതുപോലെ നട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ പാലിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കൊടുത്തു. അതിന് ശേഷം സബ്ജ സീഡ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ചേർക്കാം.
മാതുളം, ആപ്പിൾ, അങ്ങനെ നമ്മൾ എന്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ജെല്ലിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമ്മളിതൊന്ന് ചേർത്ത് കൊടുക്കുന്നു, ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാത്തിനെയും ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി അല്ലേ? വളരെ ഈസി ആയിട്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ നമ്മുടെ ഈ ചൗവരിയെ പറ്റി പറയുകയാണെങ്കിൽ, ചൗവരി നമുക്ക് അൾസർ പോലെയുള്ള രോഗങ്ങൾക്കും വയറിലുണ്ടാകുന്ന അസ്വസ്ഥതകൾക്കൊക്കെ വളരെ നല്ലതായിട്ട് പറയപ്പെടുന്ന ഒരു സാധനമാണ് ചൗവരി. നമ്മളിപ്പോൾ പായസത്തിലൊക്കെ ചേർക്കില്ലേ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമുക്കൊന്ന് എടുത്ത് കഴിക്കാൻ തോന്നും. വളരെ ടേസ്റ്റിയുമാണ്, അതുപോലെ ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ കാണുന്നവരെ ബൈ.